ഓക്കെ, നമുക്ക് സെറ്റ് മുതലാണ് എടുക്കാനുള്ളത്. സെറ്റ് എന്ന് പറഞ്ഞാൽ so as to make equity shares more attractive, the government through ordinance promulgated on 9/1/1999 allowed companies to issue a new classes of equity shares called set equity. അതായത് എന്താണ്, മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് മേക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറച്ച് ഓർഡിനൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 9/1/1999. അതായത് കുറച്ച് ഇക്വിറ്റി ഷെയർസ്, ന്യൂ ക്ലാസ്സസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റ് ഇക്വിറ്റിയുടെ കുറച്ച് ഫോളോയിങ് കണ്ടീഷൻസ് ഉണ്ട് കമ്പനീസ് ആക്ട് 2013 പ്രകാരം. അതാണ് താഴെ തന്നിട്ടുള്ളത്. ദ ഇഷ്യൂ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബേസിൽ ഓതറൈസ് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതേപോലെ ദ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ് ഷുഡ് സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ ഇഫ് എനി. അപ്പോൾ നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ ഇതിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നും കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രത്തോളം ഉണ്ട് എന്നും അതിന് എത്രത്തോളം കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും നമ്മളെന്താണ് ആ ഒരു ജനറൽ മീറ്റിങ്ങിൽ പാസ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ, പീരീഡ് ഓഫ് 1 year ഷുഡ് ഹാവ് elapsed since the date on which the company become entitled to commence business. എത്രത്തോളം പീരീഡ് ഉണ്ട്, അതായത് ഒരു 1 yearന് ശേഷം മാത്രമേ എന്താണ്, അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കമ്പനി 1 yearന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ദ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഓഫ് കമ്പനി വോസ് ഇക്വിറ്റി ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ ഇഷ്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻ ഇഷ്യൂഡ് ബൈ സെബി ഇൻ ദ ബിഹാഫ്. അതായത് ഒരു കമ്പനി സെറ്റ് ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. ആ ഒരു ബേസിൽ സെബി ഗൈഡ്ലൈൻസ് പ്രകാരം എന്താണ് അത് റെഗുലേറ്റ് ചെയ്തിരിക്കുകയും വേണം എന്നുള്ളതാണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമാണ്. അണ്ടർ ESOS കമ്പനീസ് ഓഫർ ദർ ഇക്വിറ്റി ഷെയർസ് ടു ദർ എംപ്ലോയീസ്. ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് ദ കമ്പനി ഗിവ്സ് ഓപ്ഷൻ to the full-time directors, offers or employees to purchase or subscribe the future date the equity shares at predetermined price. This right may be exercised by the employee during the specified period. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്ന സമയത്തിന് അത് എംപ്ലോയിക്ക് ഉള്ളതാണ് എന്ന് മനസ്സിലായില്ലേ. ഒരു ഇക്വിറ്റി ഷെയർസ് ആയിട്ടുള്ള കമ്പനീസിൽ ഓഫർ ചെയ്യുന്ന, അതായത് ഇക്വിറ്റി ഷെയർസ് ആയിട്ടുള്ള കേസസിൽ എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്ന, ഒരു കമ്പനി ഓഫർ ചെയ്യുന്നതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീം എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഒരു ഓപ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഓൾ ടൈം ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ടു പർച്ചേസ് ഓർ സബ്സ്ക്രൈബ് ടു ഫ്യൂച്ചർ ഡേറ്റ് ദ ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. നമ്മൾ ഈ ഒരു ഓൾ ടൈം ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഓഫീസേഴ്സ്, എംപ്ലോയീസ് ടു പർച്ചേസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡേറ്റിലേക്കൊക്കെ ആയിട്ട് ഇക്വിറ്റി ഷെയർസ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസസിൽ കൊടുക്കുക. ദ റൈറ്റ് മേ ബി എക്സസൈസ് ബൈ ദി എംപ്ലോയി ഡ്യൂറിങ് ദ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനുള്ളിലായിട്ട് നമ്മൾ ഒരു ഇക്വിറ്റി ഷെയർസ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ബേസിസിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നു. അത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ അത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി സെബിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. സെബി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് നോ ESOS എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ക്യാൻ ബി ഓഫർഡ് എംപ്ലോയി ഓഫ് എ കമ്പനി അൺലെസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി അപ്രൂവ് ESOS ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ്. അതായത് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഒരു എംപ്ലോയി കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ കമ്പനി എന്താണ് ഒരു ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. പിന്നെന്താണ്, സെർച്ച് വുഡ് ബി ഓപ്പൺ ഓൾ പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് ഓൾ വർക്കിംഗ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഓൾ ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനും അതുപോലെ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിക്കൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. The company shall not vary the term ESOS in any manner which any detrimental to the interest to the employees. എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്താണ് ESOS നമുക്ക് അവൾ കൈമാറുന്നത്. ഓപ്ഷൻ ഗ്രാൻറ്റഡ് ടു എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ടു എനി പേഴ്സൺ. എല്ലാ പേഴ്സൺസിനും എന്താണ് ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം നമുക്ക് എന്താണ് ഗ്രാൻറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 4-5 പോയിൻറ്റ്സ് എന്താണ് മസ്റ്റിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഒബ്ജക്റ്റീവ്, ESOSൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എംപ്ലോയീസ്, ടു അട്രാക്ട് ആൻഡ് മോട്ടിവേറ്റ് എഫിഷ്യൻറ്റ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി, to encourage serve the company, to provide long-term resource of the employee, to provide economic benefit by allotment of shares less than market price. Okay.